നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും കേരളത്തെ ബജറ്റിൽ തഴഞ്ഞതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടും എടുത്തു പറയത്തക്ക പ്രഖ്യാപനങ്ങളില്ലാത്തത് വരും ദിവസങ്ങളിൽ പ്രധാന ചർച്ചയാകും. കേരളത്തിന് ആമയും തേങ്ങയുമാണ് കിട്ടിയതെന്നാണ് LDF-ന്റെയും UDF-ന്റെയും വിമർശനം. Simultaneously, we have ensured trade and multilateralism are imperiled and access to services to people. These measures have delivered a high growth rate of തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തും പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാന നേതാക്കളെ എത്തിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പിനൊരുങ്ങുന്നു എന്നായിരുന്നു സമീപ ദിവസങ്ങളിൽ BJP നേതാക്കൾ ഉണ്ടാക്കിയ പ്രതീതി. എന്നാൽ കേന്ദ്ര ബജറ്റിൽ സമ്പൂർണമായി തഴഞ്ഞതോടെ BJP നേതൃത്വം വെട്ടിലായി. ബജറ്റിലെ അവഗണനയിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ബജറ്റ് കടുത്ത അവഗണനയും വിവേചനവുമെന്ന സംസ്ഥാന സർക്കാരും LDF-ഉം കേരളത്തോട് കടുത്തൊരു അവഗണന തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ബജറ്റിലില്ലെന്ന് UDF കുറ്റപ്പെടുത്തി. ഭാവനാശൂന്യമായ ബജറ്റെന്ന നേതാക്കൾ. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് രാജ്യവ്യാപകമായിട്ട് പ്രചരണം നടത്തിയിട്ട് സത്യത്തിൽ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ബജറ്റ് കണ്ടപ്പോൾ. ദേശീയ തലത്തിൽ ഏറ്റവും നിരാശാജനകമായ ബജറ്റാണ് ഇതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളമെന്ന് വിളിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.